പന പോലെ അവൻ തഴച്ച് വളർന്നു. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവർ പുതുശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ പറന്നു ഗമിച്ചിടും. കഴുകന്മാരെ പോൽ ചിറകടിച്ചവർ പറന്നു ഗമിച്ചിടും. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. എന്റെ നാമത്തിങ്കൽ യാചിച്ചിടി നിങ്ങൾക്കുത്തരമരുളും ഞാൻ. അറിഞ്ഞിടാത്തതും അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും ഞാൻ. അറിഞ്ഞിടാത്തതും അത്ഭുത കാര്യങ്ങൾ വെളിപ്പെടുത്തിയിടും ഞാൻ. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. യാചിക്കുന്നതിലും നീനയ്ക്കുന്നതിലും എത്രയോ അധികമായി ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. ഉള്ളത്തിൽ പ്രിയമായി ചെയ്യും രക്ഷകന് സ്തോത്രം നിത്യമായി. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. കൈവിടുകില്ല ഞാൻ, മാറിപ്പോകില്ല ഞാൻ നിന്നെ വിട്ടൊരു നാളും. നിങ്ങളതിനാലെ ധൈര്യത്തോടു കൂടെ കർത്തനിലാശ്രയിപ്പേൻ. നിങ്ങളതിനാലെ ധൈര്യത്തോടുകൂടെ കർത്തനിലാശ്രയിപ്പിൻ. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും. 91 പാട്ട് പാടാം. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട്. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിലോടിയിട്ട് നിത്യവിടുന്നുണ്ടവിടെയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. ജീവൻ വച്ചിടും എൻ രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും.
കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്കാൻ നിന്നാത്മാവിനാൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി. യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും എൻ രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ തേജമെണ്ണി ലാഭം അന്യരെണ്ണി ലോകത്തിൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും എൻ രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, എല്ലാം പ്രതികൂലമായെന്നാലും, യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും എൻ രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ളൊരു ശൈലം നിത്യഗ്രഹം. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും എൻ രക്ഷകനായി അന്ത്യശ്വാസം വരയ്ക്കും. Good morning. Happy Sabbath to all of you. Again, one more week has passed away, and we have come to worship our God on His holy Sabbath day. I want to take this opportunity to thank you for coming and worshiping with us. And I am pretty sure that you will enjoy the worship service with us. And we have few visitors with us, and all visitors are always welcome. We have Mr. Abrahams are there from Ottapalam, Mr. and Mrs. Piley Matthew, Mr. and Mrs. Jayasila Sekamani, they are visiting us. And I want to say that I love all visitors, and I love you all. Thank you for coming. It's always good to be in the Lord's house. When we read the Psalms, we come across, it was good for them to go to the house of the Lord and worship Him. And that's why we are all here. It is good for us to worship. God has asked us to take a day of rest. We all have been working, and this is a respite from the week-long work that we were doing it. And especially when we are in the Lord's house, that gives us a special blessings. And joy should effuse from your face. We all should be joyful when we are in the Lord's house. So forget about all the things that you have done during the week. All the bad things happen to us during the week, but Sabbath is the last day of the week. But the last days of the week, we end up looking forward to a better week.
And therefore, we should be hopeful and joyful. And that's why I am sure that you are all here. We are hopeful and joyful. Thank you for coming. I want to thank Mr. Piley Matthew for the good lessons he brought to us, as well-researched lesson study, and we'll make use of him in the future also. Thank you, Matthew, for giving us this lesson. There is a few announcements to make. The first one is there will be the fellowship lunch after the service, and all of you are welcome to participate in that one. The visitors, a special welcome. And we let you take the food first, so please stay back. Then this afternoon there will be a strategy session. We'll be talking about the Sabbath school, how we can improve the Sabbath school. So that's what we are going to do this afternoon for some time. Then afterwards there will be an elders meeting. All the elders present here should meet with me for about 10-20 minutes, and because we are planning a communion next week, 21st. So we need to have some preparation for that one, and so there will be elders meeting after the strategy session. And there will be a picnic tomorrow. I don't know whether we'll cooperate with us, but I'm hopeful. You know, they're calling for 30% of rain, chance of rain. But we had 30% chance of rain yesterday. We didn't have any rain. Today also we have a little bit of drizzling, but rain is staying. So I hope and pray that during the picnic time, there will not be any rain and we can enjoy the picnic. It is going to be in the Patapsco State Park, in the Glen Artney division of the Patapsco State Park, that is near Arbutus. And all of you are welcome for that one. And we have lot of activities planned. And please come and have some good time together, you know. So picnic starts at 10:30 tomorrow morning. I'll be there at 10 o'clock in the place. And those who need the directions, I have the directions with me, please see me. Okay? The address and directions in the church bulletin, at the back of the bulletin. So you can come over there. So if you still need further assistance, please contact me or Rajan George or Bob and Wilson. Okay? So, but just because you don't know the direction, don't stay at home. We have that. Those who need some ride, something like that, contact Rajan George or Bob and Wilson for that one, and they'll be more than happy to help you with that one. And once again, I want to welcome you all to the divine service. Before we have a couple of more songs. I want to read a portion of the scripture as a call to worship. That is taken from Psalms 134. Psalms 134. Behold, bless the Lord, all you servants of the Lord, who by night stand in the house of the Lord. Lift up your hands in the sanctuary and bless the Lord. The Lord who had made heaven and earth, bless you from Zion. We are here to receive the blessings from the Lord. And let's have a time of worship and reverence in the auditorium as the ministers come to serve you again. Thank you.
Good morning, church. Good morning. I have to tell you this, that I need sponsors to continue this program. I didn't have any sponsor today, but I'm still going to ask a question. Maybe somebody will give me, sponsor the question for me today. This is what do you know about prayer? My question is, where is the scripture which tells what Jesus said about the secret prayer and the open reward? Maybe you had to remember the text, but if anybody know that, the question is, where is the scripture which tells what Jesus said about the secret prayer and the open reward? No, well, I guess nobody is able to remember that, the verse, which is found in Matthew 6:6. I would like to read this. This is so important, that how we should pray. But thou, when thou prayest, enter into thy closet, and when thou hast shut thy door, pray to thy Father which is in secret, and thy Father which seeth in secret shall reward thee openly. I have experienced that. That's why I thought maybe this is so wonderful to let everybody know. I know everybody read that, but we just don't remember all the time what is exactly the way, which way we should pray for something which is very important for you. As I said, if anybody is there to sponsor for me, show me your hand, and I will thank you. God bless you. I will find out how much it is later. എട്ടാമത്തെ പാട്ട് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഏകനായി നിന്യനായി പരദേശിയായി, കൂടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്യനായി പരദേശിയായി, കൂടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്ത നാട്ടിൽ ചേർത്തു കൊള്ളാമെന്നുരച്ച നാഥനെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറ്റിടും
ദിനം വരും. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറ്റിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധരും, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. 37ാമത്തെ പാട്ട് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. ലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മനോവേദന ഫലശോധന മമ ജീവിത പാതയതിൽ. മറ തേടിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. മറ തേടിടുമ്പോൾ ആത്മനാഥനവൻ മാറിൽ ചാരി ഞാൻ ആശ്വസിക്കും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. എൻ്റെ ആയുസ്സിൽ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ.
ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാവിൽ മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. വന്നിടേണമേശുനാഥ ഇന്നിയോഗമധ്യേ നീ തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. തന്നരുൾക നിൻ വരങ്ങൾ നിൻ സ്തുതി കൊണ്ടാടുവാൻ. ഇന്നു നിൻ തിരുവചനം ഘോഷിക്കും നിന്ദാസനും. നിന്നനുഗ്രഹ നിറവിൽ ശക്തിയെ നൽകിയിടണം. നിന്നനുഗ്രഹം നിറവിൻ ശക്തിയെ നൽകിയിടണം. Glory be to the Father, and to the Son, and to the Holy Ghost, as it was in the beginning, is now, and ever shall be, world without end. Amen. Amen. Our gracious Father, we come to thy presence with heart full of gratitude. We pray thee to be with us as we worship thee today. We pray thee to accept our offerings, our prayers and our supplications, our hymns and praises. In Jesus' name we pray. Amen. In continuation, let's all stand up and sing hymn number 235, My Jesus, I Love Thee. Let's all rise. My Jesus, I love thee, I know thou art mine. For thee all the follies of sin I resign. My gracious Redeemer, my Savior art thou. If ever I love thee, my Jesus, 'tis now.
I love thee because thou hast first loved me and purchased my pardon on Calvary's tree. I love thee for wearing the thorn on thy brow. If ever I love thee, my Jesus, 'tis now. I love thee in life, I will love thee in death, and praise thee as long as thou lendest me breath. And say, when the dew lies cold on my brow, if ever I love thee, my Jesus, 'tis now. In mansions of glory and endless delight, I'll ever adore thee in heaven so bright. I'll sing with the glittering crown on my brow. If ever I love thee, my Jesus, 'tis now. Let's pray. Almighty God, eternal Father, what a wonderful privilege that you have given to us to come on your holy Sabbath day to worship you. Father in heaven, we want you to come into our midst this morning. May their presence will be felt each and everybody who is present here. It is your touch and it is your presence that make us and mold us after your fashion. Father in heaven, we want you to worship you on this day in truth and spirit. Accept our worship this morning. Though we are deficient, Father in heaven, you are sufficient for us. You have told us that your grace is sufficient for us. And though we are small in group number, your presence make us a bigger group. And that's what we desire this morning. Bless each and every heart who have come here to worship you and adore you. You know our heart and you know our mind. We want to serve you, O Lord, this morning. And we want you to be present with us as we linger some time with you in this morning. Bless our worship. Once again we pray. Bless each one of us who have come to worship you. Father in heaven, we have many things to brought before you. We want you to intervene in our members who are suffering from sicknesses, other maladies. And you will be the answer to all their questioning. Some may have questioned that why this happened to me. But we want you to make them understand. Your grace covers all these things. Thank you for making provisions to tide over the temptation that Satan brings to us from time to time. Many a time we have fallen, we are stricken with false doctrines. We want you to forgive all those things this morning. Cleanse us from all our unrighteousness. Make us holy thine without a spot in us. Father in heaven, we pray for those people who are old amongst us. They have aches and pains and all other kinds of problems. They cry unto you to be relieved of their pain. And we want to share their pain
And we want you to relieve them of the pains they have. There are other young people with us. They are torn between the doctrines of this world. They are tossed back and forth because of the outside influences. We pray for them so that you will establish them in your faith, in the faith. Father, we are members who have financial difficulties and so many other problems. We can bring them all to the throne of grace, from whence come our relief and rest. We pray in a special way for your servant, Rajan George, as he is going to break the bread of life. Give him words from above. May he speak from you, and may we be inspired by the thoughts that he brings to us. We pray, Father, that you will be with the waiting congregation, each and every member. Bless them and keep them. And we may enjoy the rest of the Sabbath with you. In Jesus' precious name we pray. Amen. So now is the time for the tithe and offering. I thought of giving you the short message to you all. So just imagine, so how much per day a person earns? $100 per day. So his average cost of living in this US, this is just approximations, is $50 for the individual peoples to do. So 10% of his money is $10. Whether he can fulfill the need of average person living for $50 to live in this world? No, in US, no. So the $10 money is not sufficient. So the 10 people, as a church is a community. If you do all together clap, not one hand clap will not make noise, will not make sound. As church needs to clap more hands, then the sound will come, so that we can help the $50 average cost of living persons. So that's how it's a math. If you all think about it, and give, it shall be given to you, as God said. So let your hearts to be in that mode, so that you can help and preach this gospel message to the entire world, so that they know what is sin. So we know what is sin. So we know our Redeemer Jesus is coming soon. So let's have Jesus coming soon, so that we can preach the gospel to the entire world. Please, your tithe and offering will be helpful for that, so that not only you are giving the tithe and offering, those who are receiving the tithe and offering to do the missionary work, so that others can receive the blessings from the above. So may God bless in this short message. And please, deacons, come forward to collect and tithe and offerings. Praise God, from whom all blessings flow. Praise Him, all creatures here
Let's pray. Our gracious Father in heaven, we thank thee the offering, tithe and offering which we received today. And bless those who have given, those who have not given also, dear Lord. Please give the heart so that in the next time they can able to give more an offering, tithe and offering to you to glorify the name, dear Lord. Bless all our energy to use cause for the kingdom of God, and bless this congregation. I'm submitting this whole congregation to the hand. Bless and multiply it hundredfold, dear Lord. Remember each one of us in the comest in the kingdom. In Jesus' name I pray. We don't have children today, unless Andy Muir is ready to give the story, but we don't have children, so we may have to postpone this one some other time with your consent. I'm asking this so we don't have children. So Andy will have some other time. So unless you want to tell me the story, Yeah. Okay. Yeah. Let's see. So we need some students here. Yeah. So, children's story. Sit here. Somebody has told that in all of us there is a little child hiding. No matter how old we grow, we still have the little child inside us. And that little child likes to hear stories. No matter how old we are, no matter how old the person is telling the story, we all are interested. And the more the older the person is telling the story, the more interested we are to hear the story. Oh, what they are going to tell. So I'm going to tell you a story. You all have to participate. I have something here with me. Can you tell me what it is? Any of you tell me what it is? Ostrich egg. Ostrich egg. Tell it out, please. Ostrich egg. I hear the answer coming from here. Egg. Someone else knows. Ostrich egg. It's an egg. It's an egg of bird. It is the air ಪಕ್ಷಿ. Ostrich egg. ಒಟ್ಟಾಗ ಪಕ್ಷಿ. ಇದು 24 ಕೋಳಿ ಮುಟ್ಟೆ ಸಾಲತ್ತು ನಂಬರ್ ಮುಟ್ಟೆ. ಆಸ್ಟ್ರಿಚ್ ಒಟ್ಟಾಗ ಪಕ್ಷಿಗಳು ಮೊಟ್ಟೆ ಕೋಳಿ 24 ಮುಟ್ಟೆಗೆ ಸಾಲತ್ತು ಸಮಯ. ಇಲ್ಲಿ ಮಗ ಬಂದ್ರೆ ಒಟ್ಟಾಗ ಪಕ್ಷಿ ಮುಟ್ಟೆ. ಒಟ್ಟಾಗ ಪಕ್ಷಿ ನೋಡಿದ್ರೆ ಅದನ್ನ ಬೈಬಲ್ പറഞ്ഞിട്ടുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ 31 അധ്യായത്തിൽ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം ഇയ്യോബിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടകപ്പക്ഷി
ദൈവമേ നീ എനിക്ക് തന്നെന്ന് പറയാതെ ദൈവം നീ ഇതിൽ കൂടെ തന്നെ എന്നെ വീണ്ടെടുക്കുന്നുള്ള വിശ്വാസമാണ്. അതുപോലെ പക്ഷി പക്ഷികളിലേക്ക് ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അതിന്റെ പൊക്കം വന്നിട്ട് അതിന് 3 വയസ്സ് കലർന്നവർക്കാണ് 7 അടി തൊട്ട് 9 അടി വരെ പൊക്കാറുണ്ട്. ആ പക്ഷിക്ക് പറക്കാത്ത ഒരു പക്ഷി ഇതേ ഉള്ളൂ, ഒട്ടകപ്പക്ഷി. അതിനുള്ള ഭാരത്തിന് അതിനെ ചിറക് പൊട്ടിച്ചത് ചിറക് നമ്മൾ എയർപ്ലെയിനൊക്കെ വിങ്ങിയുണ്ട്. ആ വിങ്ങിനനുസരിച്ചാണ് അവർക്ക് പറക്കാനുള്ള ഫിസിക്സിലുള്ള അതിൻ്റെ കാറ്റ് വന്ന് വിങ്ങിനെ ശക്തി കൊടുക്കുമ്പോൾ എയർപ്ലെയിൻ പൊങ്ങി അതിൻ്റെ ബാലൻസ് വയ്ക്കാൻ ഈ ഒട്ടകപ്പക്ഷി അങ്ങനെ ചെയ്യും. അതിനെ ദൈവം അതിന് ബുദ്ധിയും കൊടുത്തിട്ടില്ലെന്ന് ബൈബിൾ പറയുന്നു. എന്ന് കഴിഞ്ഞാൽ ഒട്ടകപ്പക്ഷി ഇത്ര വലിയ മുട്ടയിട്ടേ അതങ്ങ് പോയതിൻ്റെ ബാക്കി മുട്ട പൊടിയിൽ വീണോ കല്ലിൽ വീണോ അതിന് പൊട്ടിച്ച് കളയുന്നോ ചർച്ച കൊല്ലുന്നോ അതൊന്നും വിഷമമാണ്. അതിന് തൻ്റെ കുട്ടികളോ കാര്യവും ഇല്ല. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ കണ്ടത് തലപ്പോയി തേച്ച് കാണണം. കൊച്ചു കൊച്ചു കൊടിയൻ കുഞ്ഞുങ്ങളെല്ലാം ഓടി വരാൻ ഈ പക്ഷി അങ്ങനെയാണ്. അത് കുട്ടിയെ വിട്ടതാണ്, അതിൻ്റെ കുട്ടിയാണ് പോകാൻ ഈ എന്നാലും ആഫ്രിക്കൻ കാട്ടിൽ ഈ പക്ഷിയുള്ളൂ, പക്ഷി. അത് മരുഭൂമിയിലെ മൃഗമാണ്, മരുഭൂമിയിലെ പക്ഷിയില്ല. മരുഭൂമിയിൽ ഉണ്ടെങ്കിൽ ഈ പക്ഷി വെള്ളം കുടിക്കുകയില്ല. അത് ഞാൻ ഇന്നറിഞ്ഞ കാര്യമാണ്. അത് വെള്ളം കുടിക്കില്ല. എന്തുകൊണ്ട് വെള്ളം കുടിക്കില്ല? അവിടെ മരുഭൂമിയിലെ വെള്ളത്തിൻ്റെ പ്രയാസമായിരിക്കും. പക്ഷേ അവിടെ മരുഭൂമിയിൽ കിട്ടുന്ന ഇലവർഗ്ഗങ്ങൾ തിന്ന് ആ ഇലവർഗ്ഗങ്ങൾ പച്ചില ചാറ് അതിന് ഉള്ളിൽ ചെന്ന് അതിനെ വെള്ളം കുടിക്കാറുണ്ട്. അങ്ങനെ ഈ പക്ഷി അതേ സമയത്ത് ശക്തി കൊടുക്കുന്നുണ്ട്. ഓടാനാണ് കുതിരയെക്കാളും വേഗത്തിൽ ഓടുന്നത്. 37-50 മൈൽ സ്പീഡിലാണ് ഓടാനുള്ള ശക്തി. എന്നിട്ട് അതിൻ്റെ പൊക്കത്തിലുള്ള അതിൻ്റെ വലിയ കാല് അതിൻ്റെ അതിന് 2 വിരലേ ഉള്ളൂ. മരുഭൂമിക്കുള്ള മണ്ണിൽ കൂടെ ഓടാനായിട്ട് ദൈവം സൃഷ്ടിച്ച ഓരോ ജീവികളും അതതിൻ്റെ സ്ഥലങ്ങളിൽ വളരാനും പ്രബലപ്പെടാനും നന്നായിരിക്കാനും വേണ്ടി അതേ വിധത്തിലുള്ള കവചങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആയുധം ദിവ്യാധാരനെ കുറിച്ച് പറയുന്നത് യോബിന്റെ പുസ്തകമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ദൈവം യോബിനോട് ചോദിച്ചു, നീ പറ, ഞാൻ നിന്നോട് ചോദിക്കാം, നീ ആരെ കിട്ടിയോ? ആരെല്ലാം കിട്ടി? നീ ശക്തി വേണമായിട്ടോ? നീ എവിടെയായിരുന്നു ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ? നമുക്ക് പറയാമോ? ദൈവം ആർക്ക് ഘോഷിച്ചപ്പോൾ ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. നീ എവിടെയായിരുന്നു? പറയാം. ഞാൻ സമുദ്രത്തെ സൃഷ്ടിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമോ? ഞാനത് ഓടാൻ പോയിട്ട് ഞാൻ അത് ഉദ്ദേശിച്ചത് ഇവിടെ വരാം, നീ വരാം, ഇവിടെ നിന്റെ ചെറു അടയ്ക്കുമെന്ന് ഞാൻ സമുദ്രത്തിൽ തിരമാലകൾ പറഞ്ഞത് നിനക്കറിയാമോ? യോബിന് ഉത്തരമുട്ടിപ്പോയി. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടിരിക്കുന്നത് ദൈവത്തോട് പറഞ്ഞു. ഞാൻ വാപ്പസ് എനിക്കൊന്നും പറയാനില്ല. ദൈവത്തിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരവുണ്ട്, എല്ലാ ക്വസ്റ്റ്യത്തിൻ്റെ ഉത്തരവും. ഈയോടെ കൂട്ടുകാരന്മാർ ഈ
ദൈവം അനുവദിക്കുന്നതൊന്നും നമുക്ക് വരുന്നു. ദൈവം അനുവദിക്കുന്നത് പരീക്ഷ നമ്മളെ പരീക്ഷിക്കാൻ നമുക്ക് എത്രമാത്രം ശക്തിയുണ്ട്. ദൈവത്തോട് അതിജീവിക്കുന്ന ദൈവത്തിൽ നമ്മൾ എത്രമാത്രം ഉറച്ചിരിക്കുന്നത് അത് ദൈവത്തിന് അറിയാം. എന്നാൽ ദൈവം പറഞ്ഞിട്ടുണ്ട്, എന്നാൽ താങ്ങാൻ കഴിയുന്നത് ഞാൻ നിന്നെ പരീക്ഷിച്ച് താങ്ങാനാകുന്നതിന് മേളിൽ ഞാൻ നിന്നെ പരീക്ഷിക്കുകയില്ല. കാരണം പരീക്ഷയെ കൂടെ അതിൽ കൂടെ രക്ഷപ്പെടാനുള്ള മാർഗവും കാണിച്ചു. ഞാൻ ഇവിടെ അമേരിക്കയിൽ ഞാൻ ഹിമാലയത്തിലായിരുന്നു 18 വർഷം വരെ. ഹിമാലയം അവിടെ സൂര്യണം നമ്മുടെ നാട്ടിൽ സൂര്യണം എന്ന് പറയുന്ന സാധനം ഒരുപാട് പറയുന്നു. ആ സൂര്യണം പറയുന്നത് എന്നെ എപ്പോഴും തന്നെ വേറൊരു ചെടിയും വളരുന്നു. ആ സൂര്യണം തൊട്ട് ചോദിച്ചിട്ടെല്ലാം അവര് അതിന്റെ കൂടെ വരുന്ന ഇല പിടിച്ച് അതിന്റെ ജാഗ്രതത്തേക്ക് വന്ന ശാന്ത. അതുപോലെ ഞാൻ അതിലാണ് ഇതാക്കി ദൈവം പറഞ്ഞത്. പരീക്ഷയുടെ കൂടെ ഒരു പോംവഴി ഉണ്ടാക്കുന്നത് അതായിരിക്കും. ആ സൂര്യനുള്ള പരീക്ഷ അതിന്റെ കൂടെ തന്നെ വളരുന്നത് ശരിയില്ല. ദൈവം കാര്യമാണ് നമ്മൾ ഏത് സമയത്ത് നമ്മുടെ തന്നെ ഈ പക്ഷികൾ ആഫ്രിക്കയിലുണ്ടെങ്കിൽ ഒരുപാട് പക്ഷികളുണ്ട്. ലോകത്ത് എത്ര ആയിരമുണ്ട് ഒരുപാട് പക്ഷികൾ. ഈ പക്ഷി ഭക്തിയില്ലെങ്കിൽ അതിന് നിങ്ങൾ തിരിച്ചറിയാനുള്ള കാര്യമില്ലെങ്കിൽ അതിന് ദൈവം ബുദ്ധിയെ കൊടുത്തിട്ട് അത് ബുദ്ധിയില്ലാതെ കൊടുക്കുവാണ്. ദൈവം അതിനെ കാത്ത് പരിപാലിക്കും. അതിനെ സൂക്ഷിക്കുക. അതിനെ ലോകത്തിൽ അതിൻ്റെ ഒറ്റ പക്ഷികളെ അതുപോലെ നമ്മൾ ആരായാലും ഏത് വിധത്തിലായാലും എവിടെയായാലും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ കരുണയും വാത്സല്യം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. ദൈവത്തിൻ്റെ ഉള്ള കയ്യിൽ നമ്മളെ പേരെഴുതിയിട്ടുണ്ട്. നാം ബൈബിൾ വായിക്കില്ല. ദൈവ കയ്യിലെഴുതിയിരിക്കുന്നതിന് ദൈവം എപ്പോഴും കാണുന്നു. അറിയാതെ എവിടെ എഴുതിയിരിക്കുന്നു. ദൈവമേ സ്തോത്രം പറയാനുള്ളത് നമുക്കൊരു അവകാശം. ദൈവമേ സ്തോത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. Next time I tell you a story, it will be another story. I know you are like the story I asked you today. Water പക്ഷിയുടെ കഥ. അതുപോലെ അടുത്ത പ്രാവശ്യം ഞാൻ പറയുന്നു. എനിക്ക് ഒത്തിരി കഥകൾ അറിയാം. ബൈബിളിലെ കഥകളും എല്ലാ കഥകളും ഞാൻ കൊച്ചിനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എല്ലാ കഥകളും കേൾക്കാൻ വലിയ താല്പര്യത്തോട് മനസ്സിലായിരുന്നു. എനിക്ക് കഥകൾ പറഞ്ഞു തന്ന സാറന്മാരെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർത്തു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന സാറിനെ കുറിച്ച് അറിയാം, ഇന്ന സാറിനെ അറിയാം. എല്ലാം. Thank you. Thank you. അങ്ങനെ പൊട്ടേ തൊട്ടു വന്ന് തൊട്ടു പക്ഷിയൊക്കെ അതിനെ പൊട്ടിക്കാതെ നോക്കുന്നു. Thank you, Angie Muriel. How many of you knew that ostriches do not drink water? Yeah, I did not know. I never knew that it was the case, but thank you, Andy, for bringing that, to the point. It was very nice. I have a lot of biology courses. I did that one, but I never knew these ostriches do not drink water. This is so.
So that was a new information, and thank you, Auntie Muriel, for bringing that information. That was little bit, I was surprised. ഇത്രയും വലിയ ഒട്ടകം പക്ഷി ആ മരുഭൂമി കിടക്കുന്നത് അതിന് വെള്ളം കുടിക്കാൻ ഒക്കുന്നില്ല. I was feeling bad for ഒട്ടകപ്പക്ഷി. പക്ഷെ പച്ചിലകൾ പിന്നെ അതിൽ നല്ല ചാർന്നാണ് എല്ലാ ദൈവത്തിനും our God is a great God. You will be favored by a special song from the youth group. വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ
കരങ്ങളിലാ വീഴുന്നത് തീയിലല്ല എന്നേശുവിൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ നടക്കുന്നതേശുവത്രേ ഞാനവൻ കരങ്ങളിലാ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ Thank you very much for that beautiful number. Very meaningful song. For our scripture reading this morning, we have selected a
portion from the book of John, the Gospel according to John, chapter 15, verses 9 to 17. Verses 9 to 17. Chapter 15, verses 9 to 17. Let's read. As the Father loved me, I also have loved you. Abide in my love. If you keep my commandments, you will abide in my love, just as I have kept my Father's commandments and abide in his love. These things I have spoken to you, that my joy may remain in you, and that your joy may be full. This is my commandment, that you love one another as I have loved you. Greater love has no one than this, than to lay down one's life for his friends. You are my friends, if you do whatever I command you. No longer do I call you servants, for servant does not know what his master is doing. But I have called you friends, for all things that I heard from my Father, I have made known to you. You did not choose me, but I chose you and appointed you that you should go and bear fruit, and that your fruit should remain, that whatever you ask the Father in my name, he may give you. These things I command you, that you love one another. May good Lord add his blessings upon this reading. That was a very good story. Miraland has opened up a new perspective that even if there are no children, we can still hear the story. മീറലാൻഡ് ഒരു പുതിയ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേൾക്കാൻ കുട്ടികളില്ലെങ്കിലും ഹൃദയത്തിലൊരു കുട്ടിയുണ്ട് എന്നുള്ളതായ ഭാവനയോടുകൂടി എല്ലാവരോടും കഥ പറയുന്നതായ തുടക്കം. And indeed, no matter how old we are still children. നാം എത്ര പ്രായം ഉള്ളവരായാലും നാം കുട്ടികളാണ്. For in the span of eternity, the amount of years that we live is not even a spot that you can see. നിത്യതയുടെ അടിസ്ഥാനത്തിൽ നാം നോക്കുമ്പോൾ നാം ജീവിക്കുന്നതായ ഈ ചുരുക്കം കാലയളവ് ഒരു കുത്തുപോലെയാണ്, ഒരു ചെറിയ പുള്ളി. We are just children every day. നാം എപ്പോഴും കുഞ്ഞുങ്ങളാണ്. Appreciate the song that was sung by the group. It was an impromptu announcement that they should sing, but they did extremely well. മുൻപ് അറിയിക്കാതെ ഉള്ളതായ ഒരു പ്രത്യേക ഗാനമായിരുന്നാൽ പോലും വളരെ മനോഹരമായ രീതി കൃത്യമായി അവർ പാടും. And this is what we should really prepare for. Everything impromptu. ഇങ്ങനെ മുൻകൂട്ടി പറയാത്ത രീതിയിലുള്ളതായ കാര്യങ്ങൾ എപ്പോഴും അവതരിപ്പിക്കാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. Then only we really can claim that we know something. എന്നാൽ മാത്രമേ നമുക്ക് ചിലത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് നമുക്ക് വിളിച്ചറിയിക്കാൻ സാധിക്കുകയുള്ളൂ. Somebody else was to speak today, and I'm here because that person did not come. മറ്റേതോ ഒരാൾ പ്രസംഗിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാനിന്ന് പ്രസംഗിക്കുകയാണ്. May the Lord be with all of us as we open the word. അതിനെ നാം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മളെ ഹൃദയങ്ങളെ ശ്രദ്ധയോടുകൂടി ഇരിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുമാറാകട്ടെ. Let's pray. To thee, dear Lord, we come opening the word. We would like to hear the divine voice, nothing human. Help us to live a life that is acceptable to thee, and give us admonitions accordingly, so that we might be able to fulfill thy desire in us. In Jesus' name we pray. Amen. I am the vine and you are the branches. ഞാൻ മുന്തിരിയും നിങ്ങൾ മുന്തിരി വള്ളിയുമാകും. If you abide in me, you will have life. നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും.
And if you do not abide in me, then you cannot have life. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനും ഉണ്ടാകുകയില്ല. You will be like a branch that is cut and thrown away, and somebody will gather them and burn them up. ഒരു മരത്തിൽ നിന്നും വെട്ടിയെറിയപ്പെട്ടതായ ചില്ലകളെ പോലെ അത് കൂട്ടി വാരി കത്തിക്കുന്ന പോലെയുള്ള അവസ്ഥയിൽ എത്തിച്ചേരും. Therefore, you live in me so that you can have life. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകും. I live in my Father, ഞാൻ എൻ്റെ പിതാവിൽ വസിക്കുന്നു. and I want you to live in me. നിങ്ങൾ എന്നിൽ അതുപോലെ വസിക്കേണ്ടിയിരിക്കും. Now, how do we live in the Lord? നാം ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവിൽ എങ്ങനെയാണ് വസിക്കുന്നത്? Jesus Christ is the embodiment of love, കർത്താവ് യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെതായ പ്രതീകമാണ്. and He is love. അവനാകുന്നു സ്നേഹവും. That is what we read from the scriptures, and because of His great love for us, He has come down to sacrifice Himself for us. നാം അതാണ് ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നതും അതിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വരിക നമ്മളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്നേഹം കാണിച്ചത്. When He says He is love, He says it because He abides in His Father. കർത്താവ് യേശു നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ടതായ കാരണം അവൻ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. He abides in the Father who is love. സ്നേഹത്തിന്റെ അധിപതിയായ ദൈവത്തിലാണ് കർത്താവ് യേശു ക്രിസ്തു വസിക്കുന്നത്. Therefore, He also is love. അതുകൊണ്ട് അവനും സ്നേഹമാകുന്നു. So if we abide in the Son, just as the Son abides in the Father, then we also will be in love. അതുകൊണ്ട് നാം കർത്താവ് യേശു ക്രിസ്തു വസിക്കുകയും കർത്താവ് യേശു ക്രിസ്തു ദൈവത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ആ രണ്ടുപേരുടെയും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ധ്വനിക്കും. Now, what does it mean to say abide in my love? ഈ എന്റെ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറയുന്നതിന്റെ ശരിയായ അർത്ഥം എന്താണ്? What does the scripture say about love? ആ സ്നേഹത്തെ കുറിച്ച് വേദപുസ്തകം എന്ന് പറയുന്നു. What does Apostle Paul writes when writing to Corinthians say in chapter 13, which is a verse that which is a chapter we always all know probably by heart? കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് എങ്ങനെ പ്രതിപാദിക്കുന്നു? What are some of the good qualities of love? സ്നേഹത്തിന്റെ ചില നല്ല വശങ്ങൾ ഏതൊക്കെയാകുന്നു? Now, in 1 Corinthians 13, the word is used as charity in English. 13. The whole chapter. 1 കൊരിന്ത്യർ 13-ാം അധ്യായം മുഴുവനും സ്നേഹത്തെ ഒരു വലിയൊരു ഔദാര്യമായിട്ട് കാണുന്നു. That means you are in love because you want to love. നിങ്ങൾ സ്നേഹത്തിലായിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. When we talk about love here, it does not mean that ordinary erotic love that we talk about in normal terms, but we talk about agape love. നാം ഇവിടെ സ്നേഹത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ലൗകികമായ നമുക്ക് വികാരം കൊള്ളുന്നതായ സ്നേഹത്തെക്കുറിച്ചല്ല, എന്നെയോ ശരിയായ ദൈവികമായ സ്നേഹത്തെ ഉൾക്കൊള്ളുന്നതായ കാര്യത്തെക്കുറിച്ചാണ് നാം പഠിപ്പിക്കുന്നത്. Love that is selfless and loves because you want to love. സ്നേഹം നിസ്വാർത്ഥമായിരിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുകയും വേണം. You have to be in love. That means you have to be imbued with the power of the Spirit to love unselfishly. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തോടു കൂടി നിസ്വാർത്ഥമായ സ്നേഹത്തിൽ ഉൾക്കൊള്ളുകയും ആ സ്നേഹത്തെ നിങ്ങൾ പ്രതിധ്വനിപ്പിക്കുകയും വേണം. In this human life, it is very likely that those whom you love might even hate you. ഈ ലൗകികമായ ഈ മാനുഷികമായ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ചിലപ്പോൾ നിങ്ങളെ മറിച്ച് ചിലപ്പോൾ സ്നേഹിക്കാതിരുന്നേക്കാം. They might work against you. അവർ നിങ്ങൾക്കെതിരായിട്ട് വട്ടം കൂട്ടിയേക്കാം. They might speak against you. നിങ്ങൾക്കെതിരായി സംസാരിച്ചേക്കാം. They might testify against you. നിങ്ങൾക്കെതിരായി സാക്ഷ്യം പറഞ്ഞേക്കാം. But in any case, you have only one thing to do: love. എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും ഒരു കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളൂ, അത് സ്നേഹിക്കുക. When Jesus asks you to abide in His love, it simply means love because you are only to love. കർത്താവ് യേശു അവന്റെ സ്നേഹത്തിൽ നാം വസിക്കുവാൻ തക്കോടെ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം അവന്റെ സ്നേഹത്തിൽ മാത്രം ഇതുകൊണ്ട് സ്നേഹിക്കുക മാത്രം ചെയ്യുക മാത്രം. Because love does not boast of anything.
കാരണം സ്നേഹം ഒരു കാര്യത്തെ കുറിച്ച് നിഗളിക്കുന്നില്ല. It only serves. അത് എപ്പോഴും ശുശ്രൂഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. That means we should abide in the spirit of servitude if we abide in the love of Christ. നാം എപ്പോഴും ശുശ്രൂഷ മനോഭാവത്തോടു കൂടി ജീവിച്ച് പ്രവർത്തിച്ച് കർത്താവ് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം വസിക്കണം. We do not expect any gain from anybody. അങ്ങനെയാകുമ്പോൾ ഒരാളിൽ നിന്നും ഒരു ലാഭവും നാം ആഗ്രഹിക്കുന്നില്ല. I do not expect probably even love in return when I abide in love in Christ and love others. കർത്താവ് യേശുക്രിസ്തു സ്നേഹത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നാം സ്നേഹം ചിലപ്പോൾ പ്രതീക്ഷിക്കുക പോലും ആകേണ്ട ആവശ്യമില്ല. An event just recently happened in Afghanistan. ഈ അഫ്ഗാനിസ്ഥാൻ ഈയിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. A US sergeant was driving a vehicle while he saw some Afghan kids picking up shells from the path of the vehicle that was going. ഒരു അമേരിക്കൻ അല്ലെങ്കിൽ US പട്ടാളക്കാരൻ വാഹനം ഓടിച്ചു പോകുന്നതായ സമയത്ത് അഫ്ഗാനിലെ ചില കുട്ടികൾ വഴിയരികിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. They were picking up the shells. ചില Shells means, you know, these bomb shells, the empty cases of the bombs. They pick them up and recycle them, so they will get some money. So they were collecting them. അതിൻ്റെതായ അവശിഷ്ടങ്ങൾ പെറുക്കിയെടുത്ത് അത് അതിൻ്റെ ഇരുമ്പും തുരുമ്പും എല്ലാം കൊണ്ടുചെന്ന് വിൽക്കുന്നതായ ഒരു പരിപാടിയായി ഏർപ്പെട്ടിരിക്കുകയാണ് ഇവർ. And there was another huge vehicle coming, and that could not be easily stopped. So he was also trying to clear the people from the track of that huge vehicle that was clearing up the track to go forward. ഈ സമയത്ത് ഈ പടൻ വണ്ടി ഓടിച്ചിടുന്നതായ സമയത്ത് വേറെ വലിയ ഒരു ട്രക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരികയും അവിടെ കൂടിയിരുന്ന ആളുകളുടേതായ അവരുടെ നീക്കത്തെ അദ്ദേഹത്തിനും ഈ വന്നതായ വണ്ടിക്കും അതിനെ ചെറുക്കുവാൻ സാധിച്ചില്ല. So they really, the soldier wanted to see that the children are saved, so he just got out of the vehicle and moved all the children out of the way. ഈ സമയത്ത് കുട്ടികൾക്ക് ഒരു അനിഷ്ട സംഭവം ഉണ്ടായിരിക്കാൻ തക്കട്ടെ ഈ ഭടൻ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങി ആ കുട്ടികളെല്ലാം വഴിയരികിൽ നിന്ന് മാറ്റി. Meanwhile, one little girl went back to pick up a few more shells, and the vehicle was fast approaching. ഇതിനിടയിൽ ഒരു പെൺകുട്ടി അവശേഷിക്കുന്ന മറ്റു ചില ഷെല്ലുകൾ പറക്കാനായിട്ട് ഓടി എത്തുന്ന സമയത്ത് ആ വലിയ വാഹനം വരികയും ആപത്തുണ്ടാക്കുകയും ചെയ്തു. And this soldier saw the girl going back, and he suddenly went after the girl and pushed her out of the way, but he could not escape himself. ഈ സമയത്ത് ഈ ഭടൻ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ തക്കണ ഓടി തള്ളി മാറ്റുന്ന സമയത്ത് ഇദ്ദേഹം രക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തിന് ഗുരുതരമായ പ്രശ്നമുണ്ടായി. And he succumbed to his injuries and died. അവനെ വളരെ മുറിവേൽക്കുകയും മരിക്കുകയും ചെയ്തു. Expected no rewards, but നാം പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകുവാൻ there are certain elements of love that dwelt in him to give his life in sacrifice for a little girl who he did not know. തനിക്ക് അറിയാത്തതായ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുവാൻ തക്കണം ആ ഭടന്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നതായ സ്നേഹത്തിന്റെ ഒരു അണു അംശം കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇപ്രകാരമുള്ളതായ വലിയ കൃത്യം ചെയ്യാൻ തക്കവണ്ണം തയ്യാറായത്. That is called agape love. അതാണ് അഗാപ്പെ സ്നേഹം എന്ന് പറയാൻ കാരണം. If you love for the sake of getting in return, then your love is not love. That is just favors mutually done. ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന സ്നേഹത്തിന് യാതൊരു അർത്ഥവുമില്ല. It doesn't work together as love. അത് സ്നേഹം എന്നതായ ആ കാര്യത്തെ പ്രതിധ്വനിപ്പിക്കുവാൻ തക്കമുള്ളതായ സ്നേഹമല്ല. If you have to remain in the love of the Lord, you have to be totally and absolutely selfless. ആ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ സ്നേഹത്തിൻ കീഴിലായിരിക്കണമെങ്കിൽ നാം നിസ്വാർത്ഥമായ മനോഭാവത്തോടു കൂടിയായിരിക്കണം. When God has dealt with his people, he always dealt in love.
ദൈവം ദൈവത്തിന്റെ ജനത്തോട് എപ്പോഴും ഇടപെട്ടപ്പോൾ സ്നേഹത്തോടു കൂടിയാണ് ഇടപെട്ടത്. And that is what we see all through the scriptures. അതാണ് നാം ഈ തിരുവചനത്തിൽ ആകമാനം നാം ദർശിക്കുന്നത്. We see the Lord loved his people so much that he did everything they needed. He gave them everything they wanted. ദൈവം ഇസ്രായേൽ മക്കളെ പൂർണ്ണമായി സ്നേഹിച്ചത് കാരണം അവർക്ക് ആവശ്യമുള്ളതായ എല്ലാ കാര്യങ്ങളും നൽകുവാൻ തക്കവണ്ണം ആ ദൈവ സ്നേഹത്തോടു കൂടി തയ്യാറായി. We will not delve too much into the history of the children of Israel, but one thing we should know, even when they walked astray from him, he still loved them. നാം പൂർണ്ണമായി ഇസ്രായേൽ മക്കളുടെ ചരിത്രം അറിയുന്നില്ല എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ടതായ കാര്യം, അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ പോലും ദൈവം അവരെ പൂർണ്ണമായി സ്നേഹിച്ചു. You know, one of the things we know is that Israelites and the children of Judah were given to slavery for so many reasons. ഇസ്രായേൽ മക്കൾക്കും യഹൂദയുടെ വംശത്തിനും പലപ്പോഴും അടിമത്വവും അതേപോലെ ശിക്ഷയും നൽകിയത് ചില കാരണങ്ങൾ കൊണ്ടാണ്. Because they went after other gods and forsake the Lord who guided them through. കാരണം അവരെ നയിച്ചുകൊണ്ടുവന്നതായ ദൈവത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റു ദൈവങ്ങളെ അന്വേഷിച്ച് പോയത് കൊണ്ടാണ്. But if you look at Ezekiel chapter 25 and 26, you will find God declaring vengeance on those people who ridiculed the people of God. എന്നാൽ എസെക്കിയേലിന്റെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ പരിഹസിച്ചതായ ജനത്തെ ദൈവം പൂർണ്ണമായും ശിക്ഷിക്കുന്നതായിട്ട് നാം കാണും. They might have been subjected to some kind of ill treatment by God. Must have allowed them to go through the fiery furnace for a period of time, but that did not necessarily mean that they could ridicule the people of God. അവർ ചില തീച്ചുള്ള അനുഭവത്തിൽ കീഴിൽ കൂടി കടന്നു പോയെങ്കിലും ദൈവം നിരന്തരമായി ദൈവത്തിന്റെ മക്കളെ പരിഹസിക്കുവാനും അവരെ നിന്ദിക്കുവാനും തക്കവണ്ണം ജാതികളെ ദൈവം അനുവദിച്ചില്ല. If you read the book of Ezekiel chapter 26 verse 1 to 3, you will find എസെക്കിയേലിന്റെ പുസ്തകം 1 ഉം 3 ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയുവാൻ സാധിക്കും. 26 1 to 3. 26 1 മുതൽ 1 3. And it came to pass in the 11th year, in the first day of the month, that the word of the Lord came unto me, saying, Son of man, because that Tyrus has said against Jerusalem, Aha, she is broken, that was the gates of the people. She is turned unto me, I shall be replenished. Now she is laid waste. Therefore, thus saith the Lord God, Behold, I am against thee, O Tyrus, and I will cause many nations to come up against thee, as the sea causeth his waves to come up. 26, 1 to 3. 11-ാം ആണ്ട് 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, യെരൂശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നപ്പോൾ തകർന്നുപോയി. അവൻ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൻ ശൂന്യമായി തീർന്നിരിക്കാൻ ഞാൻ നിറയും എന്ന് സോർ പറയുന്നത് കൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സോരേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സമുദ്രം തൻ്റെ തിരകളെ കയറി വരുമാറാക്കുന്നത് പോലെ ഞാൻ അനേകം ജാതികളെ നിന്റെ നേരെ പുറപ്പെട്ടു വരുമാറാക്കും. Right. Now, if you read down, then you will find what all the Lord has said against Tyrus. താഴോട്ട് നാം വായിക്കുമ്പോൾ ദൈവം സോറിന് എതിരായിട്ട് വരാൻ പോകുന്നതായ തിന്മകളെ കുറിച്ച് അവിടെ പറയുന്നു. As children of God, we might have to pass through certain fiery furnaces. നാം ദൈവത്തിന്റെ മക്കളായിരിക്കെ ചില തീച്ചുള്ള അനുഭവത്തിൽ കൂടി നാം കടന്നു പോകേണ്ടതായിട്ടുണ്ട്. But in that situations, it is not to necessarily mean that the Lord has forgotten you or has left you away. എന്നാൽ അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ പോലും നാം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മളെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞില്ല എന്നുള്ളതാണ്. Even as you pass through very hard circumstances, the Lord is still with you. നാം കഠിനമായ സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കുമ്പോൾ കടന്നു പോകുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞു എന്ന് ചിന്തിക്കുവാൻ പാടില്ല. And this text is a very good evidence to that statement. ആ പ്രസ്താവനയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു
വാക്യമാണ് നാം ഇപ്പോൾ വായിച്ചത്. Even in our daily experiences, if we pass through certain difficulties, remember the Lord is still with you. Rectify your ways with the Lord, and the Lord will guide you through. ഇപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായ പരിശോധനകൾ, പ്രതിസന്ധികൾ നാം അനുഭവിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായും ദൈവത്തോട് നാം അപേക്ഷിക്കാൻ ദൈവം നമ്മുടെ പക്ഷം ഉണ്ടാകുമെന്നുള്ളതാണ്. Do not depart from the Lord and from his ways. He shall hold you up. ഒരിക്കലും ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ വഴിയിൽ നിന്നും നാം വ്യതിചലിക്കുവാൻ പാടില്ല. അങ്ങനെ ആകുന്നുവെങ്കിൽ ദൈവം നമ്മളെ എപ്പോഴും പിടിച്ച് ഉയർത്തി വയ്ക്കും. Be firm and do not despair. ഒരിക്കലും തളർന്നു പോകാതെ നേരെ നിവർന്ന് നിൽക്കുവാൻ തക്ക നാം തയ്യാറാണ്. For the Lord is your commander and he will lead you through. കാരണം ദൈവമാണ് നമ്മുടെ സേനാനായകനും അവൻ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നതിനുമാകുന്നു. I am not making empty speeches here. I know this from my own lives. ഇത് വെറുതെ ഒരു ഒന്നുമില്ലാത്തതായ ഒരു പ്രസ്താവനയല്ല. എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഇത് രുചിച്ചറിഞ്ഞതാണ്. We see that it every day in our lives. നാം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദർശിക്കുന്നതായ അനുഭവിക്കുന്നതുമായ കാര്യമാണ്. Taste and see that the Lord is good and the Lord will always guide your ways. ദൈവത്തെ രുചിച്ചു നോക്കി അവന്റെ വക്കിൽ നിൽക്കുമ്പോൾ അവൻ നമ്മളെ നല്ല വഴിയിൽ നടത്തുന്നു. And if you abide in his love, that is how we connect to the Lord. Abide in his love and you are linked to the Lord and you shall be a force that can never be defeated. നാം ദൈവത്തിൻ്റെതായ ആ വൻ ശക്തിയിൽ നാം അധിവസിക്കുമ്പോൾ ആ സ്നേഹത്തിൻ കീഴിൽ നാം മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മളെ തകർക്കുവാൻ സാധിക്കാത്തത് വലിയൊരു ശക്തിയായി നാം തീരും. I am the vine and you are the branches. Abide in me, and if you abide in me, abide in my love. ഞാൻ മുന്തിരിയും നിങ്ങൾ മുന്തിരി വള്ളിയുമാകുന്നു. നിങ്ങൾ എന്നിൽ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കും. If you do not abide in me, you have no life. നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. Because in him alone is life, original and eternal. കാരണം അവനിലാണ് ശരിയായ ജീവനും അവനാണ് ആ ജീവന്റെ ഉറവിടവുമാകുന്നു. And if only in him is life, apart from him we have no life. അവനിൽ മാത്രമാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നത്. അവനിൽ അല്ലാതെ ഒരു ജീവനും നമുക്ക് ലഭിക്കുന്നില്ല. And if we do not abide in him, we are merely mortal humans who will not live for eternity. നാം അവനിൽ വസിക്കുന്നില്ല എങ്കിൽ നാം വെറും ഒരു മനുഷ്യനും നമുക്ക് നിത്യത കൈവടിയുന്നതുമായ സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരും. There is no virtue in living then. അങ്ങനെ ആകുന്നുവെങ്കിൽ നാം ജീവിക്കുന്നതിൽ യാതൊരു മാന്യതയുമില്ല. How do we abide in his love? നാം എങ്ങനെയാണ് അവന്റെ സ്നേഹത്തിൽ വസിക്കുക? When we love our own brethren. നാം നമ്മുടെ സ്വന്തം സഹോദരന്മാരെ നമ്മെപ്പോലെ സ്നേഹിക്കുമ്പോൾ. And it is a collective term, but it can be very personal and individualistic. അതൊരു ബഹുത്തായ കാര്യമായിട്ട് പറയുന്നെങ്കിലും നാം വ്യക്തിപരമായി നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു. You cannot abide in his love if you hate your brother. നിന്റെ സഹോദരൻ നീ വെറുക്കുകയാണെങ്കിൽ നീ കർത്താവിൽ വസിക്കുന്നില്ല. When you read the book of John chapter 4, 1 John chapter 4 verse, you will find, if you are not able to love the brother who is near you, how can you love the Lord whom you have not seen? 1 യോഹന്നാന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സഹോദരനെ നിങ്ങൾക്ക് സ്നേഹിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൂരത്തുള്ളതായ ദൈവത്തെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കുവാൻ സാധിക്കും? If you harbor hatred in your heart against your brother, you cannot remain in the love of God. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കടുത്ത ഭാവമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ദൈവത്തിൽ അധിവസിക്കുവാൻ സാധിക്കും? If by your will you impose on others your desires and disregard other people's life and comfort, we automatically become their enemies. നാം നമ്മുടെ മനസ്സാലെ മറ്റുള്ളവരുടെ മേൽ നമ്മുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം അവരുടേതായ ആ സ്നേഹത്തിൻ കീഴിൽ നാം പോയിപ്പോകുന്നു. We may not declare that we as their enemies, but it happens to be so. നാം അവരെ നമ്മുടെ ശത്രുക്കളായിട്ട് നാം പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ പോലും മറ്റൊരു വിധത്തിൽ പറയുമ്പോൾ അതൊരു ആ ശത്രുതയോടുകൂടിയുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. When we become less considerate to our own brethren, we become their foes.
നാം നമ്മുടെ സഹോദരന്മാരെ കൂട്ടാക്കുന്നില്ല എങ്കിൽ, അവരുടേതായ കാര്യാദികളിൽ നാം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ, നാം അവരുടെ ശത്രുക്കളായി തീരുന്നു. In which case, we do not remain in the love of the Lord. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് കീഴിൽ നാം വസിക്കുന്നില്ലാത്തതിന് അനുഭവമില്ലാത്തീരുന്നു. Just as blood flows to every organs of our body to keep us as one individual, the love of the Lord should flow into every aspect of our life to hold intact the life of our Christian life. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളിലേക്ക് രക്തം കടന്നു ചെന്ന് ഒരു വ്യക്തിയാക്കി നമ്മളെ തീർക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും വശങ്ങളിലേക്കും നമ്മുടെ സ്നേഹം കടന്നു ചെന്ന് ആ സ്നേഹത്തിൻ്റെതായ മാധുര്യം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. And if there is a clot somewhere, now for example, if the blood doesn't flow into the hand, then the hand becomes mortified. എന്നാൽ ആ രക്തപ്രവാഹത്തിന് ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ, ഉദാഹരണത്തിന് കരങ്ങളിലേക്ക് രക്തം പ്രവഹിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു മരവിപ്പുണ്ടാവും. And if the blood doesn't flow into certain organs of the body, that organ naturally dies. നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങളിലേക്ക് രക്തപ്രവാഹം ഇല്ലാതിരിക്കുമ്പോൾ ആ അവയവം നശിച്ചു പോകും. So it is not a minute or simple thing to say that you should have the love of God abiding in you always, because without it, your Christian life is totally dead. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം വസിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമായും ചത്തുപോകും. Now, let us put things in perspective. Christian life does not necessarily mean something very abstract and impractical. ക്രിസ്തീയ ജീവിതം എപ്പോഴും ചില കാര്യങ്ങളാണെന്നും അല്ലെങ്കിൽ അത് ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്തതും ആകുന്നു എന്നില്ല. If you really want to learn what life is all about, you should know the spiritual life is more important than the physical life. നാം ജീവിതം എന്താണെന്ന് വിലയിരുത്തുമ്പോൾ ശാരീരികമായ ജീവിതത്തെക്കാൾ മുഖ്യമാണ് ആത്മീയമായ ജീവിതം. We may not realize too much, but our lack of realization does not necessarily mean what I said is not right. നാം പലപ്പോഴും ഇതിനെക്കുറിച്ച് പൂർണ്ണമായി വിലയിരുത്തുന്നില്ല എങ്കിൽ പോലും നാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വിലയുള്ളതാണ്. We consider our physical life to be more important because that is what we immediately feel and experience. നാം എപ്പോഴും ഉടനടി അനുഭവിച്ചറിയുകയും രുചിച്ചറിയുകയും ചെയ്യുന്ന നമ്മുടെ ശാരീരികമായ ജീവിതമാണ്. And the eternal life that we probably are only hoping to get might be something abstract. We do not know what it is. എന്നാൽ നാം കാംക്ഷിക്കുന്നതായ നിത്യജീവൻ ഈ കാര്യങ്ങളൊക്കെയും നമുക്ക് ഉടനടി പിടികൂടുവാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കുവാൻ സാധ്യമല്ലാത്തതായ കാര്യങ്ങളാണ്. But if we do not engage ourselves to prepare ourselves to that spiritual life today while we are in the flesh, we will not get anywhere. എന്നാൽ നാം ഇന്ന് നമ്മുടെ ശാരീരികമായ ജീവിതത്തിൽ നാം ജീവിക്കുമ്പോൾ ആ വലിയ വാഗ്ദത്തം പിടിച്ചെടുക്കുവാൻ തക്കോണം ആത്മീയമായി ജീവിക്കുന്നില്ല എങ്കിൽ നാം എവിടെയും എത്തിച്ചേരുന്നില്ല. When the spirit departs the body is just cast into, or the body is either burned or buried. ആ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ആത്മാവ് നമ്മുടെ ശരീരത്തെ വിട്ട് പോയി കഴിഞ്ഞാൽ ശരീരത്തിന് യാതൊരു യോഗ്യതയുമില്ല. There's no use of it. ആ ശരീരത്തിന് യാതൊരു ഉപയോഗവുമില്ല. Then we automatically bury them, no matter however beloved that person was to us. നമുക്ക് എത്ര പ്രിയങ്കരനായിരുന്ന ഒരു വ്യക്തി ആയിരുന്നാൽ പോലും. So we have to put things in the right perspective. Spiritual life is more important than the physical life itself. അതുകൊണ്ട് നമ്മുടെ ഈ ചിന്താഗതികൾ ശരിയായ മാനദണ്ഡത്തിലായിരിക്കണം. ക്രിസ്തീയ ജീവിതമാണ്, ആത്മീയമായ ജീവിതമാണ് ഏറ്റവും ഔന്നത്യമുള്ളത്. Physical life is only the manifestation of the spiritual existence that we have. ആത്മീയമായ നിലനിൽപ്പിൻ്റെതായ ഒരു പ്രകടനമാണ് ശാരീരികമായ ജീവിതം. So in the body we have an identity as whatever we call ourselves with our names, but we have an identity with the Lord, and that is very spiritual, and that should abide in the Lord forever. നമുക്ക് ശാരീരികമായി ഈ ശരീരം നൽകുന്നത് നമ്മുടെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേര്, എന്നാൽ ദൈവവുമായുള്ളതായ കൂട്ടു പങ്കാളിത്തത്തിൽ
ആത്മീയമായ ഒരു വലിയ ഔന്നത്യമാണ് നമുക്ക് ദൈവം See, നൽകുന്നത്. when you go into the MBA, you get a license. നാം ഇവിടെ ഡ്രൈവിംഗ് പരീക്ഷ ടെസ്റ്റിന് പോകുമ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് ID തരുന്നു. You have a number. അതിലൊരു സംഖ്യയുണ്ട്. When you have your green card or when you have your social security, you have a different number. ആ സോഷ്യൽ സെക്യൂരിറ്റിക്കും ഗ്രീൻ കാർഡിനും വ്യത്യസ്തമായ നമ്പറുകളുണ്ട്. And when you give those numbers, everything else, they tag your name along with those numbers. ആ നമ്പറിൽ ചുവട് പിടിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മളെ കുറിച്ച് അറിയുന്നത്. Your name is not most important. നിങ്ങളുടെ പേരവിടെ മുഖ്യമല്ല. That number is. ആ നമ്പറുകളാണ് ഏറ്റവും പ്രധാനം. To identify yourself with that number, they have tagged your name along with it. ആ നമ്പർ അല്ലെങ്കിൽ ആ സംഖ്യയുടെ മേലിലാണ് നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങളുടെ പേരിനെ മനസ്സിലാക്കുന്നത്. For a basic understanding, your name is not most important, their number is. And they have tagged your name along with that number to identify you as who you are. അതുകൊണ്ട് അടിസ്ഥാനപരമായി നാം പറയുമ്പോൾ ആ നമ്പറുകൾ ഉപയോഗിച്ചാണ് നിങ്ങളുടെ പേര് നിങ്ങൾ ആരാണെന്നും തിരിച്ചറിയുന്നത്. You don't know what the Lord has named for you. ദൈവം നിങ്ങൾക്ക് എന്ത് നാമമാണ് നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല. And all these spiritual bodies are identified in the Lord. എന്നാൽ ഈ എല്ലാ ആത്മീയമായ ദേഹികളെയും ദൈവം തിരിച്ചറിഞ്ഞിരിക്കുന്നു. So it is not your flesh and your structure that is most important, but what you are is most important. നിങ്ങളുടെ ശരീര പ്രകൃതിയും നിങ്ങളുടെ ഘടനകളും അല്ലെങ്കിൽ നിങ്ങളാകുന്നതായ ആ വ്യക്തിയുമല്ല ദൈവത്തിന്റെ മുമ്പിൽ മുഖ്യം. Neither is your name very important. നിങ്ങളുടെ പേരും ദൈവത്തിന് മുഖ്യമല്ല. But what is most important is the Lord knows you with whatever identity He has provided you with. എന്നാൽ ഏറ്റവും മുഖ്യമായ കാര്യം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായ ആ തിരിച്ചറിവിന്റെ മേലാണ് ദൈവം നിങ്ങളെ അറിയുവാൻ. Nobody can manipulate that. Nobody can maneuver around it. ആ കാര്യത്തെ ആർക്കും തിരിച്ചു മറിച്ച് വേറെ രീതിയിലാക്കുവാൻ സാധ്യമല്ല. So it has to be noted that you are important before the Lord so long as you are abiding in His love. നിങ്ങൾ എത്രത്തോളം ആ ദൈവത്തിന്റെ സ്നേഹത്തിന് കീഴിൽ വസിക്കുമ്പോഴൊക്കെയും മാത്രമാണ് ദൈവം നിങ്ങളെ തിരിച്ചറിയുന്നതായ ആ അവസ്ഥ ഉണ്ടാകുന്നത്. And that love entails sacrifice. ആ അവസ്ഥയിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടിയിരിക്കുന്നു. That means sometimes we may have to give up some of our comforts. ചിലപ്പോൾ നാം അതിനുവേണ്ടി നമ്മുടെ ചില സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. Because we love others. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട്. Comforts that we might cherish very precious. ഈ സുഖ സൗകര്യങ്ങൾ വളരെ മുഖ്യമായി നാം എപ്പോഴും അതിനെ മുറുകെ പിടിക്കുന്നു. We may have to give up some of our comforts for our own people. നമ്മുടേതായ ആളുകൾക്ക് വേണ്ടി നമ്മുടെ ചില സുഖ സൗകര്യങ്ങൾ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. Might be for your father, for your mother, for your wife, for your children, for your kith and kin, anybody whom you come around. നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും ചാർച്ചക്കാർക്കും പിതാവിനും മാതാവിനും കുഞ്ഞുങ്ങൾക്കും മക്കൾക്കും സഹോദരനും സഹോദരിക്കും വേണ്ടി നാം അത് ചെയ്യേണ്ടിയിരിക്കുന്നു. And when you are able to do those sacrifices, you will find those returning 100-fold. അങ്ങനെയുള്ളതായ ഒരു മനോഭാവമാണ് നാം ത്യാഗത്തോടു കൂടി ചെയ്യുമ്പോൾ അതിന്റെ ഫലമായി നമുക്ക് 100ഉം 200ഉം ആ മേനി നമുക്ക് തിരിച്ചു ലഭിക്കുന്നു. But even if you do not, because your love is selfless, you will never be discontent. എന്നാൽ നിങ്ങൾക്ക് അപ്രകാരം തിരിച്ചു ലഭിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങൾ അവിടെ ഒരിക്കലും തള്ളിക്കളയപ്പെടുന്നില്ല. If you have loved and you have been hated and you have felt discontent about it, then your love was not agape love. നിങ്ങൾ സ്നേഹിച്ചു നിങ്ങളുടെ സ്നേഹം തള്ളിക്കളയപ്പെട്ടതായ ഒരു സ്നേഹമായിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും അതൊരു നിത്യമായ സ്നേഹമല്ല. So that means I have loved somebody with an expectation that I will be loved back. അതിന്റെ അർത്ഥം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് അദ്ദേഹം തിരിച്ച് എന്നെ സ്നേഹിക്കും എന്നുള്ളതായ മനോഭാവത്തോടുകൂടിയായിരുന്നു. That is very normal human. അത് മാനുഷികമായി നോക്കുമ്പോൾ വളരെ സ്വാഭാവികമായ ഒരു കാര്യമാണ്. That has got nothing to do with agape love. ആ
സ്നേഹത്തെ നാം അഗാപ്പെ സ്നേഹമായി വിലയിരുത്തുമ്പോൾ ഒന്നുമില്ല. I love my son because he loves me back. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നത് അവൻ എന്നെ മറിച്ച് സ്നേഹിക്കുന്നത് I love my wife because she loves me back. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. I love my friend because he loves me back. എൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്നത് എൻ്റെ സുഹൃത്ത് മറിച്ചിനോട് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. I love my mother because she loved me. എൻ്റെ അമ്മ എന്നെ സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നത്. I love my brothers because they love me. എൻ്റെ സഹോദരന്മാർ എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നത്. So I love anybody who comes around me because they love me. കാരണം എന്നെ സ്നേഹിക്കുന്നവരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. It is a good feeling and I love that feeling. അത് വലിയ ഒരു സുഖകരമായ ഒരു വികാരമാണ്. But that has got absolutely nothing to do with agape love. എന്നാൽ ഈ സ്നേഹങ്ങളൊന്നും അഗാപ്പെ സ്നേഹമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമില്ല. I love because my brother still hates me, I still love him. എന്റെ സഹോദരൻ എന്നെ നിന്ദിച്ചാലും ഞാൻ എന്റെ സഹോദരനെ സ്നേഹിക്കുന്നു. My friend hates me and schemes against me, but still I love him. എന്റെ സുഹൃത്ത് എന്നെ എനിക്കെതിരായി കാര്യങ്ങൾ ഒരുക്കുമ്പോഴും എന്നെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ഞാൻ അവനെ സ്നേഹിക്കുന്നു. The community in which I live works constantly against me, but still I love him. എന്റെ സമൂഹം എന്നെ നിരന്തരമായി എന്നെ സ്നേഹിക്കാതിരിക്കുന്നു, എന്നാൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു. My wife betrays me, but still I love her. എന്റെ ഭാര്യ എന്നെ ഒറ്റിക്കൊടുത്തു, എന്നാൽ പോലും ഞാൻ സ്നേഹിക്കുന്നു. My relatives abandon me, I still love them. എന്റെ ബന്ധുമിത്രാദികൾ എന്നെ തള്ളിക്കളഞ്ഞു, എന്നിൽ പോലും ഞാൻ അവരെ സ്നേഹിക്കുന്നു. That love takes a different dimension. ആ സ്നേഹത്തിന്റെ മാനദണ്ഡം ഒരു വ്യത്യസ്തമായ മാനദണ്ഡമാണ്. And that has got nothing to match. ആ സ്നേഹത്തെ അളക്കുവാൻ തക്കണം യാതൊരു അളവിനും സാധ്യമല്ല. You cannot match that incredible love that comes directly from the Lord. ആ വിലമതിപ്പുള്ളതായ സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നതായ സ്നേഹത്തെ നമുക്ക് ഒരിക്കലും അതിന്റെ മാനദണ്ഡം വിശകലനം ചെയ്യാൻ സാധ്യമല്ല. It is only when you are able to control your temperament and contain that love within you, you can say you are abiding in the love of the Lord. നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നല്ലതായ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ അഗാപ്പ സ്നേഹത്തിൽ നാം വസിക്കുന്നു എന്ന് നമുക്ക് അവകാശപ്പെടാൻ സാധ്യമാണ്. Love of self-denial and self-affliction. സ്വയത്തെ നാം ഉപേക്ഷിക്കുകയും സ്വന്തം നാം വേദനകളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് സ്നേഹം. Joplin, Missouri had a very strong storm very recently. Joplin, Missouri. മിസോറിയിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. And the houses were falling apart. വീടുകളൊക്കെയും നാമവിശേഷമായി. And everything in the house were flying. വീട്ടിലുണ്ടായിരുന്നൊക്കെയും ഇങ്ങനെ പറന്നുപോയി. And in one family, എന്നാൽ ഒരു കുടുംബം, the husband saw the children being thrown away, and the mother of the children lying in the bathtub. ഒരു ഭർത്താവ് നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം പറന്നു പോവുകയും ഭാര്യ ബാത്ത് ടബിൽ കിടക്കുകയും ചെയ്യുന്നുണ്ട്. There was no way they could find mutual rescue. അവിടെ അവർക്ക് സുരക്ഷിതം ആകുവാൻ തക്കോണം യാതൊരു സാവകാശവും കണ്ടില്ല. It was a storm, thunder and everything that ripped through the Midwestern countries that time. മിഡ് വെസ്റ്റേൺ അല്ലെങ്കിൽ മധ്യ പടിഞ്ഞാറൻ ഭൂഖണ്ഡത്തിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ കൂടിയുള്ളതായ ഈ വലിയ കൊടുങ്കാറ്റ് ഇങ്ങനെയുള്ളതായ വലിയ കെടുതി സൃഷ്ടിച്ചു. It destroyed many families. അനേക കുടുംബങ്ങളെ ഇല്ലാതാക്കി തീർന്നു. But this particular man went and fell over his wife. എന്നാൽ ഈ മനുഷ്യൻ തന്റെ ഭാര്യയുടെ മേൽ പോയി വീണു. And everything that happened, he took the brunt of it. എന്നാൽ സംഭവിച്ചതിൻ്റെതായ എല്ലാ കാര്യങ്ങളുടെയും വേദന അദ്ദേഹം സഹിച്ചു. She was rescued. അവളെ രക്ഷപ്പെടുത്തി. The children were lost
They could not even find the children. കുഞ്ഞുങ്ങളെ കണ്ടെടുക്കുവാനോ അവരെവിടാണെന്ന് പോലും അവർക്ക് സാധിച്ചില്ല. And later on, the lady told the story. പിന്നീട് ആ സ്ത്രീ ആ കഥ പറഞ്ഞു. She was 25 years old and the husband was 31. 25 വയസ്സായ ഭാര്യയും 31 വയസ്സുകാരനായ ഭർത്താവുമായിരുന്നു. A very heart-rending story. വളരെ ദുഃഖപൂർണമായ ഒരു കഥ ആയിരുന്നു അത്. But the man was willing to give his life for his wife. ആ ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ജീവനെ ഒഴിഞ്ഞു വെച്ചു. Life, that is love, that was selfless. ജീവൻ അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും നിസ്വാർത്ഥമായ ഒന്നാണ്. Love is selfless. സ്നേഹം നിസ്വാർത്ഥമായ ഒന്നാണ്. And if you have love abiding in you, you will always be selfless and will never be provocative. നിങ്ങളിൽ സ്നേഹം നിലകൊള്ളുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിസ്വാർത്ഥരും ഒരിക്കലും മറ്റുള്ളവരെ പ്രകോപിക്കുകയും ചെയ്യുന്നവരല്ല. In every relationship, this agape love is very important. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാൽവയ്പിലും ഈ നിത്യമായ ദൈവിക സ്നേഹം ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. In a church, if there should be cohesion and unity and singularity of purpose, there should be this agape love. ഒരു സഭയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാകണമെങ്കിൽ ആ സഭയുടെ ലക്ഷ്യത്തിന് ഒരു ഏക ലക്ഷ്യം മാത്രമാണ് ഉണ്ടാകണമെങ്കിൽ ഈ ദൈവികമായ അഗാപ്പെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. For a family to abide in unity and strength, there should be this agape love. ഒരു കുടുംബത്തിന് ഐക്യവും കെട്ടുറപ്പും വേണമെങ്കിൽ ഈ അഗാപ്പെ സ്നേഹം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. For a community to live in harmony, there should be this agape love. ഒരു സമൂഹം ഒത്തൊരുമയോടെ ജീവിക്കണമെങ്കിൽ അധിവസിക്കണമെങ്കിൽ ഈ സ്നേഹം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. Love that is willing to sacrifice for others. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതായ സ്നേഹമാണ് ശരിയായ സ്നേഹം. And without expectations. മറിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്തതായ സ്നേഹവും. Abide in my love. എൻ്റെ സ്നേഹത്തിന് കീഴിൽ വസിപ്പിൻ. ഈ വിശുദ്ധ ആരാധനയുടെ അവസാനമായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് 244. To close this worship, let's all stand and sing hymn number 244. I am thinking today of that beautiful shore. 244. I am thinking today of that beautiful land I shall reach when the sun goeth down. When through wonderful grace by my Savior I stand, will there be any stars in my crown? Will there be any stars in my crown, when at evening the sun goeth down? When I wake with the blessed in the mansions of rest, will there be any stars in my crown? In the strength of the Lord, let me labor and pray. Let me watch as a winner of soul, that bright stars may be mine in the glorious day, when His praise like the sea billows roll. Will there be any stars in my crown, when at evening the sun goes down? When I wake with the blessed in the mansions of rest, will there be any stars in my crown? Oh, what joy it will be when His face I behold, living gems at His feet to
to lay down. It was sweet and my bliss in the city of gold. Should there be any stars in my crown? Will there be any stars in my crown? When at evening the sun goeth down, when I wake with the blessed in the mansions of rest, will there be any stars in my crown? Let's bow our heads for prayer. Oh, gracious Heavenly Father, at this time we thank you for thy great love who came, sent his Son, only begotten Son, on the cross, that he died and saved us from all our sins. That is the greatest love which we have got from thy Son, dear Lord, which is unconditional love, dear Lord. Build us into thy connection, that we may abide in thy vine as a branch abideth in the vine, dear Lord, that we may grow spiritually and physically in thy truth, dear Lord. And at this time, as we go back to our various places, protect us from all harm and danger, may we reach our destinies. And at last, when thou comest in the clouds of heaven, grant us a place in eternal kingdom, for we ask this blessing in Jesus' name. Amen. May the love, the grace of the Father, the Son, and the Holy Ghost dwell with you all forevermore. Amen. Amen. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയരെ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേൻ. തിരുസമാധാനവാക്യം ദാസരിൽ സ്ഥിരപ്പെടാൻ അരുൾക ഇപ്പോൾ. അരുമ നിൻ വേദത്തെ അരുളിയ പരനെ ഹല്ലേലൂയ ആമേൻ. അരുമ നിൻ വേദത്തെ അരുളിയ പരനെ ഹല്ലേലൂയ ആമേൻ.